കിരൺ ഒരു എന്താ മീലി ബഗ്ഗോ ഒരു വൈറ്റ് കളർ അതിനൊക്കെ എന്താ ചെയ്യാ? നമുക്കൊക്കെ നമ്മളേതായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ ഓർഗാനിക് ആയിട്ടുള്ള. ഇതിപ്പോ ഇനി കോഴിക്കാഷ്ടം വരും, ചാണകം വരും, പിന്നെ പിണ്ണാക്കുകൾ വരും, പിന്നെ മറ്റുള്ള എൻസൈമുകൾ നമ്മൾ ആഡ് ചെയ്യും ബാക്ടീരിയ ബേസ്ഡ്. ഇപ്പൊ ഡീകമ്പോസേഴ്സ്, ഇപ്പൊ WDC, OWDC അങ്ങനത്തെ സംഭവങ്ങൾ, പഞ്ചഗവ്യം, ദശകം, ഇതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളേതായിട്ടുള്ളൊരു വളം എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ ഇടുക. ഇത് നെക്സ്റ്റ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇറക്കിയിട്ടതാ. അത് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ അല്ലേ? നമുക്ക് അത് ചില കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു കർഷകന്റെ ലാഭം എത്രയാണെന്ന് അവന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലരും നമ്മൾ വിളിച്ചു ചോദിക്കുന്നതാണ്, ഒരു ഏക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടാ എത്ര ലക്ഷം ലാഭമുണ്ട്. അപ്പൊ ഈ വിത്തുകൾ വാങ്ങിച്ച് നിങ്ങൾ തന്നെ പാവി മുളപ്പിച്ച് ഡയറക്റ്റ് ഇടും, അല്ലാത്ത എന്നിട്ട് പറിച്ചു വെക്കും. നമ്മള് തൈകൾ വാങ്ങുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്നത് എന്തിനാ? ഈ കളകൾ അധികം വരാതിരിക്കാനാ രീതിയിലാ. കളകളും പിന്നെ ഈ വളം ഡയറക്റ്റ് കള വലിച്ചെടുക്കരുത്. സൈഡിലുള്ളതൊക്കെ കളകൾ വലിക്കുന്നുണ്ട്, എന്നിരുന്നാലും ഇതിന് തന്നെ മാക്സിമം കിട്ടാൻ വേണ്ടിട്ടല്ല. ഹായ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇവിടെ ഒരു പടിയൂരുള്ള ഇരിഞ്ഞാലക്കുട തന്നെ പടിയൂരുള്ള ഒരു ഫാമിലേക്ക് പോകാട്ടെ. അവിടെ വാട്ടർമെലൻ, തണ്ണിമത്തൻ, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ കണിവെള്ളരിയുടെ ഒക്കെ ഒരു വിളവെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെ എന്റെ ബ്രദറിന്റെ വീട്ടിലാക്കിയിട്ട് പോവാം. ബ്രദറിന്റെ കുട്ടികളെ കളിക്കാം, അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പോണത്. അപ്പൊ പുറത്താണെങ്കിൽ നല്ല ചൂടല്ലേ. അപ്പൊ എന്റെ ബ്രദർ വരാന്ന് പറയുന്നത് ബ്രദറിന്റെ ഫ്രണ്ടിന്റെയാണ് ഈ ഒരു ഫാം എന്ന് പറയുന്നത്. നോക്കാം അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫാമാണ് കിട്ടുന്നത്. ഇതാണ് ഈ ചെറാക്കുളം, ചെറാക്കുളം അല്ല, സോറി, ചെറവിളവ് എന്ന് പറയുന്നുണ്ട് ഈ സ്ഥലത്തിന്. നടവരമ്പ് ആ ഒരു ഭാഗത്താണ്. നടവരമ്പ് എത്തണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, തൃപ്പയ്യ അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഈ ത്രിമൂർത്തി ക്ഷേത്രം പണ്ടൊക്കെ ഞങ്ങൾ എപ്പോഴും പോകാറുള്ള അമ്പലമാണ്. പിന്നെ ഇത് കണ്ടോ, ഈ എന്താ പറയാ ബ്രാസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോപ്പാണത് ഈ ഒരു ഏരിയയിൽ. പേര് ഞാൻ മറന്നുപോയി. അപ്പൊ നമ്മള് വെള്ളാങ്കല്ലൂർ എത്തിയിട്ടാ. വെള്ളാങ്കല്ലൂരിൽ നിന്ന് ഞങ്ങളിപ്പോ വരുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ്. ഈ ഒരു റൈറ്റിലേക്കുള്ള വഴി. ഇവിടെ കണ്ടോ നല്ല പാടങ്ങളൊക്കെ ഉണ്ട്. പടിയൂര് എനിക്ക് തോന്നുന്നു കുറെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മള് തിരിഞ്ഞത് അവിടെ ഒരു പള്ളി കണ്ടിരുന്നു കേട്ടോ. പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കായിരുന്നു തിരിഞ്ഞു വന്നത്. ഇവിടെ ആൾക്കാര് ചൂണ്ടിടണൊക്കെ ഉണ്ട്. തോടോ പാടത്തിന്റെ നടുവിൽ കൂടെയൊക്കെയുള്ള തോടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബീവീസ് ഫാം അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഇവിടെ. അതെ, നമ്മൾ വരുന്നത് ഈ ഫാമിലിക്കാണോ? അല്ല, ആയിരിക്കില്ല. അതെ, ഇവിടെ ഒരു യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടു. നേരത്തെ ഒരു വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കണ്ടിരുന്നു. പടിയൂര് വരാറുണ്ട്, എന്റെ വല്യമ്മയുടെ വീട് പടിയൂരാണ്. പക്ഷെ ഈ വഴിയൊന്നും എനിക്ക് അങ്ങനെ അത്ര വന്നതായിട്ട് ഓർമ്മയില്ല. നമ്മള് ധർമ്മേട്ടന്റെ ചായക്കടയിലേക്ക് വന്നിരുന്നു പടിയൂര്, മുന്നേ ഒരു വ്ളോഗ് ചെയ്തിരുന്നല്ലോ. പക്ഷെ അന്ന് വന്നത് ഈ ഒരു വഴിയെല്ലാം ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഇതാണോ ധർമ്മേട്ടൻ്റെ റോഡ്? ഇതല്ല. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, ഈ വഴി കൂടിയാണ് പോണത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ കണ്ട കൊള്ളിത്തോട്ടം ഇവരുടെ ആണോന്ന് അറിയില്ല, കുറെ കൊള്ളികളൊക്കെ ഉണ്ട്. ഇതാണ് ഫാം. അല്ല, ഇവിടെ ഒന്നും ഇല്ല, ഒക്കെ കഴിഞ്ഞു. ഇവിടെയൊക്കെ വാട്ടർമെലനായിരുന്നു. അതെ, ഇവിടെയൊക്കെ വാട്ടർമെലനായിരുന്നു എന്നാ പറയുന്നത്. പച്ചക്കറി ചീരയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പിണ്ട പച്ചക്കറി, ഇപ്പിണ്ടെങ്കിൽ വാങ്ങിക്കായിരുന്നു. അപ്പൊ അത് നല്ല ചൂടുണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും. പച്ചക്കറികളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്, ചീരയൊക്കെ. നമുക്ക് നോക്കാം, ഉണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറി വാങ്ങിക്കാം, ഓർഗാനിക് അല്ലേ. ചീരയൊക്കെ കണ്ടു, ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല. അല്ല, വിളവെടുക്കാനുള്ളതുണ്ട് ഇനി.
ഇല്ലേ കഴിഞ്ഞോ? ഒരു ഇത് ഒതുങ്ങിയത്. അതെ, ഒക്കെ പൊട്ടിച്ച് കയറ്റി. പുള്ളി കഴിഞ്ഞത്തെ എന്തിന്റെ അവാർഡ് കിട്ടി? സംസ്ഥാന സർക്കാരിന്റെ യുവ കർഷകൻ കാറ്റഗറിയില്. പുലിയാണ് കണവൂര്. ഇപ്പൊ വാട്ടർമെലിനൊക്കെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ടല്ലേ, നല്ല പ്രോഫിറ്റബിൾ ആന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയാ, ഇത് കഴിച്ചു നോക്കി നിങ്ങൾക്ക് എന്റെ മനസ്സിലാവും. ഞാൻ 3 പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചു. ശരിക്കും ഇതപ്പോ എത്ര നാള് വേണം ഇത് ഇങ്ങനെ വിളവെടുക്കണം ആ ഒരു സ്റ്റേജിൽ വരണമെങ്കിൽ? നട്ടിട്ട് ഒരു 60 ദിവസം മുതൽ. അത് ഓരോ വിത്തിനെ വിത്ത് അതോ തയ്യ നടുക? തയ്യും വിത്തും അത് ഓരോ കമ്പനികളുടെ വിത്ത് അനുസരിച്ചിട്ട് മാറ്റം വരുന്നത്. വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ. പേരെന്താ? ശ്യാമോഹൻ. ഓക്കെ. അപ്പൊ എത്ര വർഷമായി കൃഷി? നമ്മള് തുടക്കക്കാരനാണ്. അതെ, ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ പരമ്പരാഗത കർഷക കുടുംബമാണ്. അച്ഛന്റെയും അമ്മയുടെയും കുടുംബം കർഷക കുടുംബമാണ്. പിന്നെ കാർഷിക വൃത്തിയില് യങ് ജനറേഷനിൽ വരേണ്ട ആരെങ്കിലും ആ ഒരു താല്പര്യം ഉണ്ട്. പിന്നെ അത്രയും എനിക്കും ഇഷ്ടമാണ്. ഞാൻ ബാൽക്കണിയിലൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട് അവിടെ. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. കൃഷിനെ ഇഷ്ടപ്പെടാത്തവര് വളരെ കുറവാണ്. നമുക്കൊരു റിലീഫും ഒരു ഇതാണ്. എന്തെങ്കിലും സംഭവം, ചെറിയ സംഭവങ്ങളാണ്. തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു കുറെ. നമുക്ക് ആ ഒരു നല്ലൊരു രീതി. ഞങ്ങൾക്ക് വെയിലില്ല അങ്ങോട്ട്, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ ഭയങ്കര വെയിലാ. ഇപ്പോ ശരിക്കും നമ്മളിവിടെ കേരളത്തിലെ ഒട്ടുമിക്ക കർഷകരും ഫേസ് ചെയ്യുന്നത് വെയിൽ കൂടുതലാണ്. ഞങ്ങക്ക് ബിൽഡിങ്ങിന്റെ ഷാഡോ ആണ്. അപ്പൊ അതായത് വെയില് തീരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മിക്കതിനും വെയിൽ വേണ്ടേ. വെയിലില്ലാത്തത് ഈ പൊട്ടറ്റൊക്കെ ഉണ്ടാവാറുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതിനൊന്നും അങ്ങനെ വെയിൽ വേണ്ടല്ലോ. ഇവിടെ നമുക്കിപ്പോ വെയിൽ കൂടിയിട്ട് ചെറിയ രീതിയിലേക്ക് ഒരു സൺബേൺ ആ ഒരു പ്രതിഭാസം അങ്ങനെ നമുക്കൊക്കെ ആ ഒരു രീതിയിലേക്ക് കൃഷിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ കീടാക്രമണം ഈ സൂര്യാതാപത്തിന്റെ ഒരു പ്രശ്നം തണ്ണിമത്തനൊക്കെ ബാധിച്ചു. പക്ഷെ ഈ കീടങ്ങൾ കുറയുന്നു പറയൂലേ വെയിലത്തുണ്ടാവണ പച്ചക്കറികൾക്ക്? അങ്ങനെയല്ല, ഓരോ ഇതും ചെടിയുടെ കരുത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. ഒരു എന്താ മീലി ബഗോ, ഒരു വൈറ്റ് കളർ, അതിനൊക്കെ എന്താ ചെയ്യാ? നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഈ ഓർഗാനിക് ആയിട്ടുള്ള. പക്ഷേ ഇത് ഒന്നും വന്നിട്ടുള്ളൊരു പ്രതിവിധികൾ നമുക്ക് പൂർണ്ണമായിട്ടും സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. വരണതിന് മുമ്പ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ വരാതിരിക്കാൻ? എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ആ ഒരു പ്രശ്നം. അത് പലതും ഈ നമ്മളൊരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെടീനെ ആരോഗ്യമുള്ളതായിട്ട് നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫാമിംഗ് മെത്തേഡ്. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ വരാറില്ലേ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടും. അപ്പൊ എങ്ങനെ ജോലിക്കാരെ നിർത്തിയിട്ടാണോ അതോ ഒറ്റയ്ക്കാണോ? കുറവാണ്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഈ കുട്ടികളാണ് കൃഷി പഠിക്കാൻ താല്പര്യമുള്ള ഹെൽപ്പറായിട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ വെക്കേഷൻ ആ സമയമായ കാരണം കുട്ടികൾ അർബാനയിലാണ് ഇരിക്കുന്ന ആള് മെയിൻ ആള്. അതെ, അതുകൊണ്ട് എന്റെ കൃഷിയുടെ എല്ലാ അല്ലെ ക്ഷീണിച്ച് കിടപ്പാണ്. ഇവിടെ ഉണ്ടോ കൃഷി ഉണ്ടോ? കാണാൻ പറ്റുമോ? അതാണ് ഭീകരാവസ്ഥ. അങ്ങനെ അതെ, ഇതിപ്പോ സെയിലിന് വേണ്ടിട്ടല്ലേ. അപ്പൊ ഇവിടെ വന്ന ആൾക്കാർ വാങ്ങിക്കൂല്ലേ? കണിവെള്ളരി ഇത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ വിഷുവായ കാരണം പിന്നെ കണിവെള്ളരി നല്ല സെയിൽ ഉണ്ടാവും. എല്ലാവർക്കും ചെറുതൊക്കെ തന്നെയല്ല ആവശ്യം. ഞാൻ നോക്കട്ടെ കേട്ടാ. ഇവിടെയും കുറെ ചീരയൊക്കെ ഉണ്ടായി നിൽക്കണ്ടല്ലോ. ഇവിടെ ഉണ്ടായി നിൽക്കുന്നത് ഇത് ഇവരുടെ വളങ്ങളാണോ? ചാണകമൊക്കെ ചാക്കിലുണ്ടോ? ഇതാണ് ഉണ്ടായി നിൽക്കണല്ലേ. ഓക്കെ, കണ്ടോ വാട്ടർമെലനൊക്കെ ഉണ്ടായി നിൽക്കണ. പക്ഷെ ചിലതൊക്കെ കേടായി ഇരിക്കുന്നുണ്ട് അല്ലേ? കുറെ കേടായതുണ്ട് വെയിലിന്റെ. ഇതൊക്കെ നല്ലതാട്ടോ. അതെ വരുന്നു. ചുമന്ന ചീരയൊക്കെ ഉണ്ട്. ഇത് വാട്ടർമെലൻ കിരണാണ്. കിരൺ എന്ന് പറഞ്ഞ വെറൈറ്റി, നല്ല സ്വീറ്റ് ആയിട്ടുള്ളത്. പക്ഷെ നിറച്ച് പുല്ല് കാരണം മാത്രമല്ല എങ്ങനെ കാണുന്നില്ല അല്ലേ. ഇവിടെ എന്താ വല്ലതുണ്ടോ? പിങ്ക് ഉണ്ടായിരുന്നു, യെല്ലോ ഉണ്ടായിരുന്നു. പിങ്ക് ഭയങ്കര. അല്ല ഇവിടെ എന്താ? ഇതെന്താ? ഇത് പുതിയ എന്തൊക്കെയോ നട്ടിരിക്കുന്നതാ. ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ.
എനിക്ക് ആ ഇതൊക്കെ ചീത്ത ചെയ്തണല്ലേ വാട്ടർമെലൻ, ചീഞ്ഞെടുക്കുന്നു. കുറേ കടയുണ്ട്. ആ ആ കിരൺ, ഇത് പയറും ഉണ്ടെന്നുണ്ടല്ലേ ഇടവിളയായിട്ട്. കണ്ടില്ലേ ഇവിടെയൊക്കെ കണ്ട ഇഷ്ടം പോലെ ഉണ്ട്. ആണോ? നല്ല പേരല്ല, ഒറിജിനൽ പയറല്ല, വലിയ സൈസ് വാട്ടർമെലൻ. സെറ്റ് ചെയ്തിട്ടില്ലേ? ഈ 2 ആഴ്ച കഴിഞ്ഞ് വന്ന് നോക്കും, ചെടികളൊക്കെ നല്ല രീതിയിൽ. ഇവന്റെ അടുത്ത് മഞ്ഞയും റെഡും. ഇത് റെഡില് വെട്ട കിരണ്. ആ കിരണ് സാധാരണ നമുക്ക് അവിടെ കിട്ടണതാ. പിങ്ക് കളർ ഒരു ഭയങ്കര ടേസ്റ്റിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഓറഞ്ചിന്റെയും പൈനാപ്പിളിന്റെയോ എന്തോ ടേസ്റ്റ് മിക്സ് ചെയ്തിട്ട് വരുന്നത് സംഭവം. പെട്ടെന്ന് തന്നെ കീറുന്നൊരു സാധനം. ആ ഭയങ്കര കൊറേ കേടായില്ലേ? ശരിക്ക് ലോസ് അല്ലേ നിങ്ങക്ക്? അതെന്തുകൊണ്ടാ? ചൂട് കാരണ? വേറെ ഓപ്ഷൻ ഇല്ലേ? വല്ല പൊതയിടാന്ന് നമ്മളത് ഇത് നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓ ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് ചെയ്യുന്നല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവാൻ ആയിരുന്നില്ല അത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അതെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടൺ കണക്കിന് തന്നെയാണ്. പകുതിയിൽ കൂടുതൽ അങ്ങനെയായിണ്ടോ? ഇല്ല, 20% ഒക്കെ. 20 അല്ല കേട്ടോ, കാരണം കുറെ കേടായി കിടക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. മോർ ദാൻ 50. ഇപ്പൊ നമ്മിപ്പോ ഇപ്പൊ എല്ലാ കൃഷിനും ബാധിച്ചൂലേ കാലാവസ്ഥ ശരിക്കും? അതെ, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഈ യെല്ലോ കളർ കാണില്ലേ, അതാണോ ശരിക്കും മൂത്ത തണ്ണിമത്തൻ? മൂത്തല്ല, അല്ല. ഇത് ഇവിടത്തെ പുറത്ത് അത് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. ഇത് സൺബേൺ അടിച്ച കായത്. അതെ. ഇതിനടിയില് മണ്ണിൽ കെട്ടി, അതായത് എല്ലാ കായ്ക്കും അങ്ങനെ ഉണ്ടാവില്ലേ, നന്നായിട്ട് മണ്ണ് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കിടക്കുന്നതാണ് കറക്റ്റ് ഈ ഷെയ്ഡ് വരാം. ഓ, അല്ലാത്ത ചില കായ്കൾ ഇപ്പൊ നമ്മളിങ്ങനെ ചിലതിങ്ങനെ മാറ്റി വെക്കും, അപ്പൊ അങ്ങനത്തെ ഒന്നും ആവില്ല. ഇത് വിരിയുന്ന സമയം മുതൽ അവസാനം വരെ ഒരേ പൊസിഷനിൽ കിടക്കുന്നതാണ് ഈ ഒരു കളർ. അതെ, അടിഭാഗം. പക്ഷെ ഞാനിപ്പോ ചെയ്യണതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളതാണ് നോക്കിയോ. ഇത് സൺബേൺ ആണ്, ഇതിപ്പോ സൺബേൺ അടിച്ചതാ. ഇതില്ലാത്തതാണെങ്കിലും മൂത്തതായിരിക്കും. അതെ, അത് വെച്ചിട്ടുണ്ടെങ്കിലേ ഓരോ എല്ലാ ചെടിക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിപ്പോ ഇതിങ്ങനെ ഈ കായൊക്കെ അല്ല, മൂക്കാത്തിനും ഈ ഒരു കളർ വരും. ഇതൊക്കെ എടുക്കണേന്റെ ഒരു ഇതാണ്. അങ്ങനെ ഇതാവില്ല, ഇത് കണ്ട ഇതാവുന്നുള്ളൂ. അല്ല, മൂക്കുമ്പോഴാണോ ശരിക്കും ആ കളർ വരാ? യെല്ലോ കളർ ആണ്. അപ്പൊ അത് കറക്റ്റ് ആണല്ലേ? ഞാൻ ഇതൊരു കർഷകൻ. ഇത് ഡാമേജ് ചേച്ചി. ആ അത് ഓക്കെ. അല്ല, ഞാൻ പറയണ ആ ഒരു യെല്ലോ കളർ എന്നുള്ളത് മൂത്തു എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ അല്ലേ? ആണ്. ഞാൻ അങ്ങനെ നോക്കിട്ടപ്പോ വാങ്ങിക്കല്. ഇതൊരു വീഡിയോയിൽ ഞാൻ ആരും പറയുന്നത് കേട്ടിട്ട്. അത് നമുക്ക് ഒന്ന് അതിന്റെ ടെമ്പർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, തട്ടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോ വീട്ടിൽ കൊണ്ടുവന്ന ഉൾഭാഗം മുഴുവൻ ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ഉണ്ടാവാറുണ്ട്. നോക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ കായായിട്ട് ഇടപഴകും, എക്സ്പീരിയൻസ് ആവണം നമുക്ക്. അപ്പൊ അത് ഇപ്പൊ നമുക്കത് ഓക്കെയാണ്, പക്ഷെ പുറമേയുള്ളവർക്ക് ചിലപ്പോ അങ്ങനെ അത് അറിയണമെന്നില്ല. കായ് ശരിക്കും നമുക്ക് കായ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് തട്ടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവും, അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഏതാണ്. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തട്ടി നോക്കിയിട്ട് അത് മുറിച്ച് നോക്കാം, അതാണ് നമുക്കത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ഓർഗാനിക് ആയതുകൊണ്ട് ഡിമാൻഡ് കൂടുതൽ ഉണ്ടോ? ഉണ്ട്, നല്ല നമ്മുടെ കായ്ക്ക് അതിനുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട്. സാധാരണ ഷോപ്പിൽ നിന്നാണ് ഇത് നമ്മൾ കഴിക്കുമ്പോ ഒരു വാടിയൊരു ഫീലോട് കൂടി കഴിക്കാൻ പറ്റാം. ഇതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും കറുമുറ തന്നെ കടിക്കാൻ പറ്റിയൊരു ഫീല് പഴുത്തന് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇത്ര നല്ല ഫ്രഷ് സാധനം ഞാൻ കഴിച്ചു നോക്കിയിട്ട് എക്സ്പീരിയൻസ് പറയാം. നമ്മൾ അതിന്റെ ഒരു ഡാമേജ് ആയി, അതെ, അതുകൊണ്ടാണ് നമുക്ക് ഈ 5 കിലോ 100 എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഇതാക്കേണ്ടി വരുന്നത്. ആ ഒരു റേറ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. വാങ്ങുന്നതിനേക്കാളും നല്ലതാണ് നമ്മളുടെ. പുറമേ നല്ല മോശമാണെന്നുള്ള ഒരു രീതിയിലല്ല, മനസ്സിലായി. നമ്മൾ ഈ പെസ്റ്റിസൈഡ് ഫ്രീ എന്നുള്ള രീതിയിലേക്കൊക്കെ അത് ചെയ്യുമ്പോൾ ഇപ്പോൾ പലരും വന്നിട്ട് ഇങ്ങനെ യൂണിവേഴ്സിറ്റി ബേസിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് വെറുതെ കളയുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുകയാണെന്നുള്ളൊരു രീതിയിലേക്കാണ് അത് പറഞ്ഞത്. ശരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എണ്ണി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഒരു ഇതുണ്ട്. ശ്യാം വിളിച്ചപ്പോ ഞാൻ അല്ല, ഇതിപ്പോ പെട്ടെന്ന് സെയിൽ ചെയ്യണ്ടായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലേ? 1-2 ദിവസം ഇങ്ങനെ നമുക്കൊരു മോറൽ സപ്പോർട്ട് ഉണ്ടാവണ
ചില കാര്യങ്ങളിലെ നമുക്ക് അങ്ങനത്തെ ഇത് ഉണ്ടായില്ല. അപ്പോൾ പുറമേ നിന്ന് ഓഫീസേഴ്സ് ഒക്കെ വന്നപ്പോഴാണ് നമുക്കൊരു സപ്പോർട്ട് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അവരുടെ സംസാരങ്ങളാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കൊടുത്തൂടെ, പെട്ടെന്ന് മൂവ് ആവില്ലേ? അതെ 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 ജ്യൂസ് അടിച്ച് ഭാവിയിൽ സെറ്റ് അങ്ങനെ അതെ 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 ഇപ്പൊ ജ്യൂസ് അടിക്കാന്നുള്ള ആ ഒരു രീതിയിൽ അത് സക്സസ് ആണ് കുറെ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തണുപ്പിക്കണം, തണുത്തതിന് ശേഷം അത് കഴിക്കുകയാണെങ്കിൽ അങ്ങനത്തെ വേറൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളില്ല. ചിലതിന് നമുക്ക് ചില കംപ്ലൈന്റുകൾ ഉണ്ട്, ചെയ്യാനും പറ്റില്ല. ചിലതൊക്കെ ഇങ്ങനെ അമങ്ങുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ. നമുക്കിതിപ്പോ കായ എണ്ണാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏകദേശം ഒരു 2 കിലോന്റെ കായാണ്. ഇവിടെ കിടക്കുന്ന ഒരു കായയുടെ ഒരു റോയിലൊരു എണ്ണം എണ്ണി കഴിഞ്ഞാൽ അതിന്റെ അപ്പോഴാണ് നമുക്കത് അതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവുള്ളൂ. എത്ര ചീരും കഴിഞ്ഞു അല്ലേ, വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഏത് കൃഷി? അടുത്തത് ഇപ്പൊ പച്ചക്കറികൾ, വേണ്ട തക്കാളി അങ്ങനത്തെ സംഭവം. ഇത് വിത്തിന് നിർത്തിയിരിക്കും. എന്താ ചീര? എനിക്ക് കുറച്ച് തരോ ചീര? എനിക്ക് അവിടെ ബാംഗ്ലൂര് ട്രൈ ചെയ്യാൻ പൈസ തരാൻ വേണ്ടി പ്രശ്നമൊന്നുമില്ല. ഇത് റെഡ് റോസ്. ശ്യാമ എവിടെ നിന്ന് വിത്തിരിക്കുന്നത്? നമുക്ക് പല ആലപ്പുഴയിൽ അങ്ങനെ 1-2 പേരുണ്ട് നമ്മുടെ. എന്താ അല്ല റേറ്റ് അറിയാനായിട്ട് കുറച്ച് രൂപ വെച്ചപ്പോ ഞാൻ വിത്തിരിക്കാറുള്ളത് തൻസിയൊക്കെ ഉണ്ട്. അഹമ്മദ് ശരിക്കും നല്ല രീതിയിലേക്ക് എനിക്ക് ഭയങ്കര വലിയ രീതിയിലേക്ക് ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ, യങ്സ്റ്റേഴ്സ് ഒക്കെ അല്ലേ? നമുക്ക് അത് ചില കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൻ പറ്റില്ല. ഇപ്പൊ ഒരു കർഷകന്റെ ലാഭം എത്രയാണെന്ന് അവന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നതാണ്, ഒരു ഏക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടാ എത്ര ലക്ഷം ലാഭമുണ്ട്. പക്ഷെ അത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലാഭം മാത്രമല്ല നഷ്ടവും. ഇത് ചിലപ്പോൾ മോണിറ്റർ അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് മോണിറ്ററി ബെനിഫിറ്റിനേക്കാളും നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ അത് നഷ്ടം ചിലപ്പോൾ 5 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം. ആ നഷ്ടം എന്ന് പറയുന്നത് അത് വെറും ആ ഒരു മണിയുടെ കാൽക്കുലേഷൻ മാത്രം, അതല്ല യഥാർത്ഥത്തിലുള്ള എൻ്റെ നഷ്ടം. അത് ശരിക്കും നഷ്ടവും അതിന്റെ ലാഭവും ഒരു തരത്തിലും ആ മണി ബേസിൽ കാൽക്കുലേഷൻ നടക്കില്ല, സാധ്യമാവില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരു മെന്റൽ ഹെൽത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ശ്യാമിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ പണിക്കാരെ നിർത്തി പണിക്കലല്ല, ഒറ്റയ്ക്ക് ഒരു പണിക്കാരനുണ്ട്. അതല്ലാതെ അത് ഒറ്റയ്ക്ക് തന്നെ എല്ലാ പരിപാടികളും സംഭവില്ലേ എടുത്ത് പടച്ച് ഒരു ഡിഫറെന്റ് ടൈപ്പാ. അത് ചെയ്യുമ്പോൾ പണിക്കാരെ വെച്ച് ചെയ്യിച്ചാൽ മെന്റലി ഉള്ള ഒരു വിഷമം അധികം ഉണ്ടാവില്ല. ഫീൽ ചെയ്യുന്ന ഒരു സംഭവം അത് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ നമുക്ക് നമ്മളെ കപ്പാസിറ്റി അറിയണം. ഇപ്പൊ നമ്മളിപ്പോ കൃഷി ഫാമിങ് ആ ഒരു രീതിയിലേക്ക് വരുമ്പോ ഇതിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് അറിയണം. ഇപ്പൊ പിന്നെ ഇപ്പോ എപ്പോഴും പറയുന്ന പോലെ നമ്മള് ഓരോ ദിവസവും നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ വിജയത്തിനെ ബാധിക്കുന്ന, വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകം. അത് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ രീതിയിലേക്ക് ചെന്നാൽ തന്നെ അത് സാധ്യമാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യും തോറല്ലേ അല്ലേ നമുക്ക് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പൊ ഒരാൾ പറയണേക്കാളും. അതെ. ശ്യാമ കൃഷിക്ക് 3-4 വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ ചെറുപ്പത്തിൽ. അപ്പൊ ഇതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്? ഞാൻ വിദേശത്തായിരുന്നു, അക്കൗണ്ടന്റ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നത്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ, M.Com ആണ്. അതിനുശേഷം മുഴുവൻ സമയ കർഷകനാവുകയാണ്. കൃഷിയായിരുന്നു താല്പര്യം. എല്ലാവരും പറയും, എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയും അവിടെ ഒരു പറമ്പുണ്ട് നാട്ടില് നമുക്ക് കൃഷി ചെയ്യാതെ. അപ്പൊ ഞാൻ പറയും ഇങ്ങനെ നമുക്കൊന്നും ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല, ബാൽക്കണിയിൽ കൃഷി ചെയ്യണ പോലെയല്ലല്ലോ പറമ്പില് കളക്കാന്നുള്ളത് തീരെ ചെയ്യാത്തവരെ സംബന്ധിച്ച്. അത് കൃഷി എന്ന് പറയുമ്പോഴോ നമ്മ പുറമേന്ന് കാണുമ്പോ ഭയങ്കര ഒരു നമുക്ക് അല്ലേ, ഇത് തന്നെ നമുക്കിത് അല്ല അങ്ങനെയല്ല എന്താ പറയാ തുറന്ന് കാണിക്കാനായിട്ട് തയ്യാറാവില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്, പക്ഷെ ഇത് ഒരു എന്താ പറയാ ഒരു നാച്ചുറൽ കലാമിറ്റി എന്നുള്ള ഒരു രീതിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് ഇതിനെ പെടുത്തണം. കാരണം നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അല്ലാതെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കായ കൊടുക്കുമ്പോൾ എനിക്കൊരു നല്ല പുണ്യം ഉണ്ടാവട്ടെ, അനുഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. ഇപ്പൊ സ്ത്രീകൾ, അപ്പൊ ഗർഭിണികളായിട്ടുള്ള ഒരുപാട് രോഗികള് ഒക്കെ, ഇവരൊക്കെ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഇവരൊക്കെ നമുക്കൊരു ബ്ലെസ്സിങ് തരുന്നുണ്ട് ശരിക്കും. കാരണം ഇത്രയ്ക്ക് നല്ല ഭക്ഷണത്തിന്റെ ഒരു രുചിയിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത്, ഇത്രയും ചൂടുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമ്പോൾ അവര് നമ്മൾക്കൊരു അനുഗ്രഹം തരുന്നുണ്ട്. അപ്പോ അത് നമുക്കൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇതൊരു അതെ സത്യം, കുട്ടികൾക്കോ അല്ലെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാൻ തരില്ല. ആദ്യം ഞാൻ കഴിച്ചു നോക്കും, അതിൽ കളർ ഉണ്ടോ നോക്കും. ഇതൊക്കെ ഈ കളറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ, അങ്ങനെ പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്രമാത്രം പ്രാക്ടിക്കലി പ്ലോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഇപ്പൊ ഇത്ര ചെറിയ രീതിയിലേക്ക് അല്ലല്ലോ ഇതിന്റെയൊക്കെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ ഇഞ്ചക്ഷൻ അങ്ങനൊക്കെ സംഭവം ചെയ്യുന്നുള്ളത് അറിയില്ല നമുക്ക്.
അതിനെപ്പറ്റി അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതെ എനിക്ക് ഖത്തറിലൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇറാനിന്ന് കയറി വന്ന് ലാസ്റ്റ് ഖത്തർ ബാൻ ചെയ്തു. ഒരു 2 കൊല്ലം. ഇതിപ്പോ എന്താ ഇതിന് ഈ ചാണകപ്പൊടിയാണോ ഇടുന്നത്? ഇത് കോഴിക്കാഷ്ടം. ഇത് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിട്ടാ. അതായത് അടിവളായിട്ട് ഇത് നടുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്ത് വെക്കും. ഇപ്പൊ അവിടെ ഇടുന്ന് അത് കമ്പോസ്റ്റിംഗ് ആക്കാണ് നമ്മള്. അപ്പൊ അതിന്റെ ഒരു വീര്യം കാര്യങ്ങളൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിട്ടാണ് അങ്ങനെ. വീര്യല്ല, അത് എൻറിച്ച് ആക്കാം. അതായത് ഇതിപ്പോ ഇനി കോഴിക്കാഷ്ടം വരും, ചാണകം വരും, പിന്നെ പിണ്ണാക്കുകൾ വരും, പിന്നെ മറ്റുള്ള എൻസൈമുകൾ നമ്മൾ ആഡ് ചെയ്യും ബാക്ടീരിയ ബേസ്ഡ്. ഇപ്പൊ ഡീകമ്പോസേഴ്സ്, ഇപ്പൊ WDC, OWDC അങ്ങനത്തെ സംഭവങ്ങൾ, പഞ്ചഗവ്യം, ദശഗവ്യം, ഇതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു വളം എന്നുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ ഇത് ഇടുക. ഇത് നെക്സ്റ്റ് ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഇറക്കിയിട്ടത്. അത് വെജിറ്റബിൾസും കൂടെ ട്രൈ ചെയ്ത് വെജിറ്റബിൾസ് ഉണ്ട്. അതെ, ഇത് ശരിക്കും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സമയത്ത് ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഇത്തരത്തിലുള്ള ഒരു സംഭവം. ഇത് കഴിയുന്ന സമയങ്ങൾ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പിന്നെ നമുക്കത് മാർക്കറ്റിംഗ് കൂടി നമ്മൾ ഒരു സ്റ്റഡി നടത്താനുള്ള അങ്ങനെ. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഷോപ്പൊക്കെ തുടങ്ങി ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്ന നമ്മളുടെ പ്രൊഡക്റ്റുകൾ അങ്ങനെ വെച്ച് വിൽക്കുന്ന ഒരുപാട് ഷോപ്സുകളുണ്ട് അല്ലേ. അപ്പോൾ അവിടെ അത് നമ്മുടെ ഇത് ചെന്ന് ചോദിച്ചു വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മളുടേതായിട്ടുള്ളൊരു രീതിയിലേക്ക് ഒരു ബ്രാൻഡ് ക്രിയേഷൻ, പക്ഷേ ത്രൂ ഔട്ട് സപ്ലൈ ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിന്റെ ഒരു സ്ഥലപരിമിതി. വേറെ എവിടെയെങ്കിലും ഉണ്ടോ കൃഷി? ഇല്ല, ഒരു പ്ലോട്ട് കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2-3 പ്ലോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് സപ്ലൈ നടക്കില്ല. പിന്നെ ഇവിടെ സംഘങ്ങളുണ്ട്, കൃഷി അവരൊക്കെ ഒരുപാട് തുമ്പൂരുള്ള ടീമുണ്ട്. അതുപോലെ സലീം അലി ഫൗണ്ടേഷൻ, അവരൊക്കെ നമുക്ക് വളരെ വലിയ രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പിന്നെ സസ്യ ടീം, പിന്നെ ഹരിപ്പാട് പ്രകൃതി ജൈവ കലവറ എന്ന് പറയുന്നത്, പിന്നെ ഓർഗാനിക് ബസാർ, ശരത്ത് നികുഞ്ചത്തിന്റെ ശരത്ത് ഗ്രൂപ്പിലുണ്ട് ഞാൻ. അവരെല്ലാവരും സപ്പോർട്ട് ഉണ്ട് നമുക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുകാരാണ്, നമ്മൾ അറിയുന്നവർ ഒരുപാട് പേര്, എല്ലാവരും തന്നെയാണ്. ഗുണമുള്ളതാണെങ്കിൽ ജനം റെഡിയാണ്, വാങ്ങിക്കാൻ റെഡിയാണ്. അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രശ്നമുള്ളൂ അല്ലേ. ക്വാളിറ്റി ഉണ്ട്, അത് കിട്ടാനില്ല. നമ്മളിപ്പോൾ എഫേർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തിയതല്ല. ശരിക്കും കഷ്ടപ്പാടും ഉണ്ടാവും, എക്സ്പെൻസും ഉണ്ട്, നല്ല എക്സ്പെൻസ് ഉണ്ട്, എക്സ്പെൻസ് അല്ല. അപ്പൊ ഈ വിത്തുകൾ വാങ്ങിച്ച് നിങ്ങൾ തന്നെ പാവി മുളപ്പിച്ച് ഡയറക്റ്റ് ഇടും, അല്ലാത്ത എന്നിട്ട് പറിച്ചു വെക്കും. നമ്മള് തൈകൾ വാങ്ങുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്നത് എന്തിനാ? ഈ കളകൾ അധികം വരാതിരിക്കാനാ? രീതിയിലാ കളകളും. പിന്നെ ഈ വളം ഡയറക്റ്റ് കള വലിച്ചെടുക്കരുത്, സൈഡിലുള്ളതൊക്കെ കളകൾ വലിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന് തന്നെ മാക്സിമം കിട്ടാൻ വേണ്ടിട്ടല്ല. പിന്നെ വെയിലത്ത് പെട്ടെന്ന് കൊടുത്ത വെള്ളം വേപ്പറായി പോവാതിരിക്കാനല്ല. വേണം വെണ്ടല്ല പൊട്ടുളരി. അങ്ങോട്ട് വാങ്ങിക്കാലേ, കോമ്പാറയ്ക്ക് വാങ്ങിക്കാലേ. ഇത് ഇപ്പൊ 10 കിലോ ഉണ്ടോ? ഇത് മതിയോ? മതിയോ? എല്ലാവർക്കും മതിയോ? ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാനേ. മതിയോ? കൂടുതൽ ഇത് മതിയോ? എനിക്ക് 2 മതി. ഞങ്ങൾക്ക് 1 മതി. ഒരുപാട് കൊണ്ടിട്ട് കാര്യമില്ല. ഒരു ചെറിയ കണ്ണികളുടെ നമുക്കും എടുക്കാം. 2 കൂടി എടുത്തു ചേട്ടാ. ആ ചേട്ടനോ അനിയനോ ആരാന്നറിയില്ല, എന്തായാലും ചേട്ടൻ വിളിച്ചു. ഞാൻ ഒരെണ്ണം മറ്റേ കോമ്പാറയ്ക്ക് വേണം എടുത്തത്. 3 ഒരായാലും ഒരെണ്ണം ചെറുതാണെന്നുണ്ടല്ലോ. ഞാൻ കൊടുക്കാം പൈസ. ഞങ്ങള് എല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങിട്ടോ. കുറച്ച് തണ്ണിമത്തനും വാങ്ങിച്ചു, കണിവെള്ളരി വാങ്ങിച്ചു, പിന്നെ ചീരവിത്തൊക്കെ വാങ്ങിച്ചു. വാങ്ങിക്കല്ല, ആള് തന്നതാട്ടോ. ഓക്കെ, അവിടെ കുറെ ഉണങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ തിരിച്ചു പോവാ. കുറേ നേരം നല്ല വെയിലത്തായിരുന്നു പോകുന്നത്. അപ്പൊ
അപ്പൊ ഈ വെയില് കാരണം അവർക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലോസ് കാര്യങ്ങളാണ്. എന്താ പറയാ, ഒരുപാട് തണ്ണിമത്തൻ കേടായി പോയി. കാലാവസ്ഥ വ്യതിയാനങ്ങളെ എല്ലാ കൃഷിയിലും ശരിക്കും ബാധിക്കല്ലേ. പക്ഷെ എന്റെ ബ്രദറൊക്കെ കഴിച്ചിട്ട് ഭയങ്കര ക്രഞ്ചി ആയിട്ടുള്ള സാധാരണ വാട്ടർമെലന്റെ ഒരു ടേസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. നല്ല നല്ല ക്വാളിറ്റി ഉള്ള തണ്ണിമത്തനാണ്. അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള തണ്ണിമത്തനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.